ഹായ് ഗൈസ്, നന്ദുവാണ്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞ് ഇവിടെ മുണ്ടക്കായ ചുരമ്പലേക്കൊക്കെ 4 കിലോമീറ്റർ ഉള്ളൂ എന്നുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഏതായാലും ഇതുവരെ വന്നു, അപ്പോൾ അവിടെ കൂടി ഒന്ന് സന്ദർശിച്ചിട്ട് പോകാന്നുള്ള രീതിയിലായിട്ട് എല്ലാവരും നിന്ന് പിന്നെ നോക്കില്ല അങ്ങനെ വിട്ട്. അപ്പോൾ ഏതായാലും ഗൈസ്, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് പോകുന്ന ചുരമ്പലേക്കാണ്. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് കണ്ട് പോകാനുള്ള പരിപാടിയിലാണ്. പോകുന്ന പോക്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ കേട്ടോ. ഒരുപാട് ആൾക്കാരുള്ള ഒരു ഫീലാണ് പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. കാരണം റോഡ് സൈഡിൽ ഒരുപാട് വണ്ടികളുണ്ട്. ഈ റോഡ് പോയി മുട്ടുന്നത് അതിൻ്റെ അടുത്താണ് പോയി ചെല്ലുന്ന മുട്ടുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഉണ്ടാകുന്നൊരു പ്രതീക്ഷ ഉണ്ട്. പോണ പോക്കിൽ എന്താ പറയുക, ഇടയ്ക്ക് ഓരോ പോകുമ്പോൾ നമുക്ക് ഓരോ എന്താ പറയുക ഒരു ഇടങ്ങേറ് നമുക്കിങ്ങനെ മനസ്സിലേക്ക് തന്നെ നമുക്ക് ഉള്ളിലേക്ക് വരുന്ന കുറേ സംഭവങ്ങൾ നമുക്കുണ്ട്. എനിക്കുണ്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം പോകുന്ന റോഡായിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് ഭയങ്കര ഒരു ഉള്ളിലേക്കൊരു കാഴ്ചകൾ അപ്പുറം ഉണ്ട് കാണാനൊക്കെ. പക്ഷെ നമുക്ക് ഉള്ളിലേക്കൊരു അന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് വണ്ടി അലോഡുള്ളൂ, ബാക്കി വണ്ടികൾ പുറത്തിടണം. ഇതൊക്കെ പാർക്കിങ്, ബസ്സുകളും കാര്യങ്ങളൊക്കെ പാർക്കിങ് ഇവിടെയാണ്. കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മാത്രം ഒരുപാട് ആൾക്കാരുണ്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അന്നത്തെ ആ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭവിഷ്യത്തുകൾ ഇപ്പോൾ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം റിക്കവർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ പാലം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം. നമ്മൾ ഷീപ്പിലാണ് കൊണ്ടുപോകാന്നൊക്കെയാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് കാണുക, പോവുക. ഏതായാലും ഇവിടെയൊക്കെ വന്നതല്ല, ജസ്റ്റ് ഒന്ന് കണ്ട് പോവുക എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ളത്. നല്ല വെയിലാണ്, നല്ല വെയിലാണ്. ഇതാണ് ടി വിയിലൊക്കെ കണ്ടുവന്ന ബ്രിഡ്ജ് ഗൈസ്. ഇതാണ് ആ സ്കൂളും കാര്യങ്ങളൊക്കെ. അതാണ് സ്കൂൾ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത്? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്താ പറയാനുള്ളത്? എന്ത് പറയാം, അഹങ്കാരം കൊണ്ടല്ല, വെയിലടിച്ചിട്ടാണ് കണ്ണാടട്ട് സ്ഥലം. അതാണ് സ്കൂളിലെ എത്ര വലിയ പാറും കാര്യങ്ങളും അവിടുന്ന് പൊട്ടിട്ട് കൂടെ വന്നല്ലേ. നമ്മൾ ടി വിയിൽ കാണണമെന്ന് കാര്യമൊന്നുമല്ലല്ലേ. കുറച്ചുകൂടി അങ്ങോട്ടൊക്കെ പോയി എന്തേ കാര്യം. ഇതൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇത് നമ്മളെ ആർമിക്കാർ ഉണ്ടാക്കിയ പാലാട്ടോ. എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാക്കിയ പാലങ്ങളൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. എന്താ ചെയ്യുക, ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ഒന്നും പറയാമല്ലോ കേട്ടോ. കണ്ടിട്ട് നല്ല വെയിലാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാലും ഇത് കണ്ടപ്പോൾ നമ്മൾ ടി വി കണ്ടു കഴിഞ്ഞിട്ടില്ല, നേരിട്ട് കാണുമ്പോൾ എത്രമാനം വലുതാണ്, എത്രമാനം വലിയ പാറകളും കാര്യങ്ങളൊക്കെ നടക്കും. ഭയങ്കര ഇടങ്ങേറിയത്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂട്ടനാടി എന്നൊരു പോസ്റ്ററിലൊക്കെ നോക്കുന്നുണ്ട്.
അതും കൂടി എനിക്ക് കണ്ട് കാണാൻ കഴിഞ്ഞപ്പോഴല്ലോ ഇതിൽ ചെറിയ ചെറിയ കുട്ടികളടക്കം ചെറിയ ചെറിയ കുട്ടികൾ അതും കൂടി കണ്ടപ്പോൾ ആകെ ഒരു ഭയങ്കര ഒരു ഇടങ്ങേറയാണ്. ഞങ്ങൾ തന്നെ അറിയാതെ കുറച്ച് നേരം അവിടെ നിന്ന് പോയിട്ടോ. സത്യം പറഞ്ഞാൽ ആകെ ഒരു സ്തംഭിച്ചൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ട് ഒരു 3 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച്. അപ്പോൾ ഗൈസ്, താങ്ക് യു.